ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു കാലത്ത് UDF-നെ അധികാരത്തിലേറ്റാൻ തങ്ങളും മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിച്ചു. പക്ഷേ അധികാരത്തിൽ വന്നതിന് ശേഷം തങ്ങൾക്ക് ലഭിക്കേണ്ടതൊക്കെ മുസ്ലിം ലീഗ് തട്ടിത്തെറിപ്പിച്ചു എന്നുള്ളതിലാണ് വെള്ളാപ്പള്ളി അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നത് തന്റെ അഭിപ്രായം. അതിനുദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് മലപ്പുറത്ത് അൺഎയ്ഡഡ് കോളേജായി ഒരെണ്ണം മാത്രമാണ് നൽകിയത്. ഇതേ സാഹചര്യം തന്നെയാണ് വയനാടും കാസർഗോഡും ഒക്കെ ഉടലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് UDF അധികാരത്തിൽ വന്നാൽ അത് മുസ്ലിം ലീഗ് കൈകടത്തും വിദ്യാഭ്യാസ മേഖലയെ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സമുദായം ഇനിയും അവഗണിക്കപ്പെടും, ആദ്യകാലങ്ങളിൽ അവഗണിക്കപ്പെട്ടതുപോലെ എന്നുള്ളൊരാശങ്കയിൽ വെള്ളാപ്പള്ളി പറഞ്ഞു തുടങ്ങുമ്പോൾ അതിനെ രാഷ്ട്രീയ കേരളം ആ അർത്ഥത്തിൽ നോക്കിക്കാണാതെ എന്തുകൊണ്ടാണ് അതൊരു വർഗീയ പരാമർശം മാത്രമായി ചിത്രീകരിക്കുന്നത്? കാരണം വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടുന്നത് ഒരു സാമുദായിക നേതാവ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില ആശങ്കകളാണല്ലോ. തങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല, അതിന് തടയിടുന്നത്, വിഘാതം സൃഷ്ടിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. മുസ്ലിം മതസ്ഥരായ ധാരാളം സുഹൃത്തുക്കൾ തങ്ങൾക്കൊപ്പമുണ്ട്. പക്ഷേ അതൊന്നുമല്ല, ഈഴവ സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തൻ്റെ വിമർശനം മുസ്ലിം ലീഗിനെതിരെ മാത്രമാണ് എന്ന് അടിവരയിട്ട് പറയുമ്പോഴും വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടോ? രോഹിണി, ഇത് വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ്. യഥാർത്ഥ ഇൻറ്റൻഷൻ വെള്ളാപ്പള്ളി നടേശൻ എന്ന ഈഴവ സമുദായത്തിൻ്റെ SNDP യോഗം, അത് ഈഴവ സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായ സംഘടനയാണല്ലോ. അപ്പോൾ അതിൻ്റെ തലപ്പത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം പറയുമ്പോൾ ആ പറയുന്നതിനകത്ത് വസ്തുതാപരമായ ചില കാര്യങ്ങൾ ഉണ്ടാകണം. ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായ ചില ശരികളുണ്ട്. ആ ശരികളാണ് ഇപ്പോൾ ഇവിടെ ആംപ്ലിഫൈ ചെയ്യപ്പെട്ട് കാണുന്നത്. ആ ശരികളെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ കോളേജുകൾ അനുവദിച്ചു. എയ്ഡഡ് കോളേജുകളും അൺഎയ്ഡഡ് കോളേജുകളുമായി ആകെ 19 കോളേജുകൾ അനുവദിച്ചു. അതിൽ 18 കോളേജുകളും മുസ്ലിം സമുദായത്തിൻ്റെ ട്രസ്റ്റുകൾക്കോ വ്യക്തികൾക്കോ ഒക്കെയാണ് അനുവദിച്ചത്. ഒരു കോളേജ് മാത്രം SNDP യോഗത്തിന് അനുവദിച്ചു. അത് അൺഎയ്ഡഡുമാണ്. അത് വസ്തുതാപരമായി ശരിയായിരിക്കാം. കാരണം എയ്ഡഡ് കോളേജ് എന്ന് പറയുമ്പോൾ ഖജനാവിൽ നിന്നും പണമെടുത്ത് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന UGC നിരക്കിൽ ശമ്പളം കൊടുക്കുമ്പോൾ ഏറെ ചിലവുകളുണ്ട്, ബാധ്യതയുണ്ട് സ്റ്റേറ്റിന്. അതൊരു പ്രിവിലേജാണ്. ഒരു എയ്ഡഡ് കോളേജ് അനുവദിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഒരു സമുദായത്തിന് ഒരു വലിയ പ്രിവിലേജാണ്. അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് അതിനെ ഒരു വലിയ പ്രിവിലേജായി കണക്കാക്കുന്നു. അൺഎയ്ഡഡ് കോളേജ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ് കേവലം മാത്രമാണ്. അത് മാനേജ്മെൻറ്റാണ് അതിൻ്റെ പണം കണ്ടെത്തേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു വിവേചനമുണ്ട്. ആ വിവേചനം 10 വർഷം മുൻപ് തങ്ങൾ അനുഭവിച്ചതാണ്. ഈ സാമുദായിക സംഘടന ശ്രീ RV ബാബു സൂചിപ്പിച്ചത് കറക്റ്റാണ്. ഒരു സമയത്ത് ഈഴവ സമുദായവും മുസ്ലിം സമുദായവും സംവരണത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദ ശക്തിയായി പിന്നാക്ക വിഭാഗങ്ങൾ ഇവിടെ വന്നതാണ്. പക്ഷേ പിന്നീട് പല കാരണങ്ങളാൽ ആ പിന്നാക്ക വിഭാഗങ്ങളിലെ മുസ്ലിം വിഭാഗം അത് UDF-നോടൊപ്പം കൂടുതൽ മുസ്ലിം ലീഗിലൂടെ ഗാൽവനൈസ് ചെയ്യപ്പെടുകയും അത് എക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അത് തങ്ങൾ UDF-നെ ജയിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈഴവ സമുദായം മൊത്തമായിട്ടോ വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം നൽകിയ SNDP യോഗമോ UDF-നെ വിജയിപ്പിക്കാനായി പരസ്യമായി ഒരു ആഹ്വാനം നടത്തിയതായി എൻ്റെ അറിവിലില്ല. അതുകൊണ്ട് ചരിത്രപരമായി ആ ഒരു ക്ലെയിം വെള്ളാപ്പള്ളി പറഞ്ഞാൽ അത് സാങ്കേതികമായി അത് ശരിയല്ല. വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും ആ രീതിയിൽ UDF-നൊരു മുഖ്യമന്ത്രി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുമില്ല. അത് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ പരാജയപ്പെടുത്തണം എന്ന് കൃത്യമായി നിർദ്ദേശം കൊടുത്ത അത് VM സുധീരൻ ഉൾപ്പെടെ ഇനി ഈവൻ KC വേണുഗോപാൽ ഉൾപ്പെടെ ഉള്ള സമുന്നതരായ UDF നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ അവരൊക്കെ ജയിച്ചു വരുന്ന കാഴ്ചയാണ്. അപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും നെഗറ്റീവ് റിമാർക്സ് ഏതെങ്കിലും ഒരു UDF നേതാവിനെതിരെ പറഞ്ഞാൽ ആ നേതാവിന് രാശി തെളിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പിന്നീട് പോകുന്നു എന്നൊരു തമാശ തന്നെ ഒരു കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനുമായി കൊമ്പ് കോർക്കാനൊന്നും ഇപ്പോൾ കാര്യമായി ആർക്കും വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ അവിടെയാണ് ഇതിൻ്റെ ഒരു ലാർജർ പ്ലോട്ട്. വെള്ളാപ്പള്ളി നടേശൻ ഒരുപക്ഷെ തനതായ ശൈലിയിൽ വെള്ളാപ്പള്ളി നടേശൻ ശൈലിയിൽ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഇവിടെ ഒരു മതന്യൂനപക്ഷം, മുസ്ലിം മതന്യൂനപക്ഷം ഭരണത്തിൻ്റെ മറവിൽ അനർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങി എടുക്കുന്നുണ്ടോ അത് കൃത്യമായി തെളിയിക്കാൻ ഒക്കുമോ?
പക്ഷേ ആ ചോദ്യം ചോദിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനാണോ എന്നതാണ് വലിയ ചോദ്യം. കാരണം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായിട്ട് തന്നെ CPM-ന് അനുകൂലമായി നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവരും തന്നെ അത് അംഗീകരിക്കുകയും ചെയ്യും. വെള്ളാപ്പള്ളി നടേശൻ അതുപോലെ വളരെ തന്ത്രശാലിയായ ഒരാളുമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി 10 വർഷം മുൻപ് BDJS രൂപീകരിച്ച് അതിന് തലപ്പത്ത് വരികയും BJP-യുമായി സഹകരണത്തിൽ നിൽക്കുകയും NDA-യിൽ നിൽക്കുന്നു. അപ്പോൾ ഒരു വശത്ത് അപ്പം എങ്ങനെ നോക്കിയാലും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾ എന്നത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബിസിനസ് താല്പര്യങ്ങൾ. കേന്ദ്രത്തിൽ ആരാണോ അധികാരത്തിൽ വരുന്നത്, സംസ്ഥാനത്തിൽ ആരാണോ അധികാരത്തിൽ വരുന്നത്, സ്വാഭാവികമായി രണ്ട് ഇടത്തും തൻ്റെ ഫാമിലിയിലെ അംഗങ്ങൾക്ക് ഒരു പിടി കിടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആളാണ് എന്ന് വിമർശകന്മാർ പറയും. അതിൽ കുറേയൊക്കെ സത്യമുണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി പക്ഷേ UDF-മായി ഒരിക്കലും വെള്ളാപ്പള്ളി നടേശൻ UDF ജയിച്ചു വരണമെന്നോ അല്ലെങ്കിൽ ജയിച്ചു വരാൻ വേണ്ടി മതന്യൂനപക്ഷങ്ങളായ മുസ്ലിം ലീഗുമായി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സംഘടനയായ രാഷ്ട്രീയ കക്ഷിയായ മുസ്ലിം ലീഗുമായി സഹകരിക്കുകയോ ചെയ്തതായി എൻ്റെ അറിവിലില്ലാത്തത് കൊണ്ട് ഇതിനകത്ത് ഒരുപാട് ഇൻകോൺസിസ്റ്റൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ആരുടെ മെഗാഫോണാണ്, ആരുടെ നാവായിട്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറയുന്നത്? വ്യക്തമായ ഒരു അജണ്ടയിൽ പറയുന്നതാണോ? ഈഴവ സമുദായത്തിന് ലഭിക്കേണ്ട, പ്രത്യേകിച്ച് മലബാറിൽ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ലഭിക്കേണ്ട ന്യായമായ ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി നിർദോഷമായി ആത്മാർത്ഥമായി പറഞ്ഞതാണോ എന്നത് ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. പക്ഷേ ഭൂരിപക്ഷം ആളുകളും ഇപ്പോഴും ചിന്തിക്കുന്നത്, ഈ ഒരു വിവാദത്തിൽ ചിന്തിക്കുന്നത്, അദ്ദേഹം അനവസരത്തിൽ ഇത് പറഞ്ഞു, ഇപ്പോൾ ഓൾറെഡി LDF-ൻ്റെ പതനത്തിൻ്റെ പിന്നിലെ പ്രധാന വില്ലനായി ചിത്രീകരിക്കപ്പെടുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. ഇത് കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാക്കുകയും കൂടുതൽ മുസ്ലിം വോട്ടുകൾ UDF-ലേക്ക് ഗാൽവനൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ എന്ന ഒരു ആശങ്ക ഒരുപക്ഷെ ഇപ്പോൾ ഇടതുപക്ഷത്ത് വളരെ പ്രബലമാണ്. അതുമാത്രമല്ല, ഇടതുപക്ഷത്തെ രണ്ട് കക്ഷികളെ രണ്ട് തട്ടിൽ നിർത്തുകയാണ്. ബിനോയ് വിശ്വം നയിക്കുന്ന CPI-യെ ഒരു തട്ടിലും CPM-നെ മറ്റൊരു തട്ടിലും നിർത്തി കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുമ്പോൾ ആരെയാണ് സഹായിക്കുന്നത്? ഇനി ഈ സഹായിക്കാൻ ശ്രമിച്ച് സ്നേഹിച്ച് നക്കിക്കൊല്ലുന്നൊരവസ്ഥയിൽ എത്തി നിർത്തുമോ എന്നൊരു വലിയ ഭയം LDF-നുണ്ട്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ വാ തുറക്കരുതേ എന്നൊരു പ്രാർത്ഥനയിലായിരിക്കാം ഒരുപക്ഷെ LDF-നെ സ്നേഹിക്കുന്ന ആണികൾ എന്നെനിക്ക് തോന്നുന്നു.